അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? മർക്കോസ് 8:17. ആഹാരം ഇല്ല എന്നുള്ള വിഷയം എപ്പോഴും വളരെ മനക്ലേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നാം ഒരിക്കലും ഭക്ഷണത്തിനു വേണ്ടി മനം കലങ്ങേണ്ടതില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഇതൊന്ന് ഗ്രഹിക്കണം, നിങ്ങൾ എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല എന്ന് തൻ്റെ ശിഷ്യന്മാരോട് എടുത്തു ചോദിക്കുകയാണ്. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നമുക്ക് ആവശ്യമുള്ള ആഹാരം, വസ്ത്രങ്ങൾ, വീട്, മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് നൽകിത്തരുവാൻ പ്രാപ്തനായ പിതാവാണ് കർത്താവായ യേശു. ഭൂമിയിലുള്ള പിതാക്കന്മാർ തന്നെ മക്കൾ ഭക്ഷണത്തിനായിട്ട് ചോദിക്കുമ്പോൾ മീൻ ചോദിച്ചാൽ പാമ്പിന് നൽകുകയില്ലല്ലോ. ഭൗമികമായ പിതാക്കന്മാർ തന്നെ തൻ്റെ മക്കൾക്ക് ഇത്ര നല്ല ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല പിതാവ്, അവൻ നമുക്ക് ആഹാരം എത്ര അധികമായി നൽകും. നമുക്ക് ആവശ്യമായ എന്തെങ്കിലും കാര്യത്തിൽ ഒരു മുടക്കുണ്ടാകുവാൻ അവൻ അനുവദിക്കുമോ? കർത്താവുമായി പിതാവുമായി പറ്റിയിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ, ഉൾപോവുകളെ അറിയുന്നവനായ ദൈവം, നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ തരുന്നവനായ ഒരു പിതാവ്, സ്നേഹനിധിയായ ഒരു പിതാവ്, ഇത് നാം ഗ്രഹിച്ചേ മതിയാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ആഹാരം എന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നത് തന്നെയാണ് എപ്പോഴും നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത്. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. നമുക്കും പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഓരോ ദിവസവും ആരാഞ്ഞ് അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്ത് നന്ദിയോടെ കാത്തിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആവശ്യമുള്ളതെല്ലാം, അവൻ്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം, അതോടൊപ്പം ആവശ്യമുള്ള എല്ലാം അവൻ നമുക്ക് നൽകി തരിക തന്നെ ചെയ്യും. അവൻ നല്ല പിതാവാകുന്നു. നമുക്കിതൊന്ന് ഗ്രഹിക്കാം. നാം ആകുലപ്പെടേണ്ടതില്ല. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് എന്താവശ്യമുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. ഭൗമിക പിതാക്കന്മാർ പോലും മക്കളോട് അത്ര വലിയ കരുണ കാണിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, സ്വർഗസ്ഥനായ പിതാവ്, എത്ര വലിയ കൃപ നമ്മളോട് കാണിക്കും.